ഉമ്മുസലമ പണിയൊക്കെ അവിടെ നിൽക്കട്ടെ, ഇങ്ങോട്ട് വാ, റസൂലുള്ള ഒരു വലിയ ദിക്ർ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ തൊഴിൽ ചെയ്യുകയായിരുന്നു. ഞാൻ അടുക്കളയിൽ തോടി വന്നു അബൂസലമയുടെ അടുത്തേക്ക്. എന്താ പഠിപ്പിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഏതൊരു മനുഷ്യന് ഒരു മുസീബത്ത് പറ്റിയാൽ അയാൾ ഇങ്ങനെ പറയാൻ വേണ്ടി ഇന്ന് റസൂൽ ഞങ്ങളെ പഠിപ്പിച്ചു. ആ ഒരു ദിക്ർ ഞങ്ങളെ പഠിപ്പിച്ചു. ഒരു മുസീബത്ത് പറ്റിയാൽ ഒരു ദിക്ർ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദിക്ർ ഒരാൾ ചൊല്ലിയാൽ അല്ലാഹു തആല നേരത്തെ ഉള്ളതിനേക്കാൾ സന്തോഷകരമായ ജീവിതം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ എനിക്കും പറഞ്ഞു തരേ എന്ന് പറഞ്ഞു. ഉടനെ അബൂസലമ എനിക്കത് പറഞ്ഞു തന്നു. എന്താ? അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. ഭയങ്കര സംഭവ, മുഅ്മിൻ കരയുന്ന സംഭവ. اللهم أجرني في مصيبتي وأخلف لي خيرا منها. اللهم أجرني في مصيبتي وأخلف لي خيرا منها. ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ അടുത്തിരുന്ന ഉസ്താദ്മാരെ കൊണ്ട് എഴുതിക്കുക, അല്ലെങ്കിൽ കഴിഞ്ഞാൽ ഇവിടെ ആരെ കൊണ്ട് എഴുതിക്കുക ചെയ്യുക. ഒരാള് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ലാസ്റ്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇൻഷാ അല്ലാഹ് അത് ദിക്റുകൾ ഞാൻ ചെയ്യാൻ നോക്കാം. اللهم أجرني في مصيبتي وأخلف لي خيرا منها. അല്ലാഹുവേ, ഏതൊര അബൂസലമ വന്നിട്ട് പറയാ റളിയല്ലാഹു അൻഹു, ഉമ്മുസലമ ഇന്ന് നബിയുടെ വയറിൽ ഞാൻ പങ്കെടുത്തു, ഇന്നൊരു ദിക്ർ കാര്യമായി പഠിപ്പിച്ചത്. ഏതൊരു മുസീബത്ത് ഉണ്ടായാലും ഇങ്ങനെ പറഞ്ഞാൽ മതി അത്രേ. എങ്ങനെ? അല്ലാഹുവേ, ഈ മുസീബത്തിൽ എനിക്ക് നീ അഭയം നൽകണമേ. വഅഖ്ലിഫ് ലീ ഖൈറൻ മിന്നാ, നേരത്തതിനേക്കാൾ നല്ല ഒരു ജീവിതത്തിലേക്ക് എന്നെ കൊണ്ടുപോകണമേ. ഇതിലെനിക്ക് അഭയം നൽകുകയും വേണം, നേരത്തതിനേക്കാൾ നല്ലൊരു ജീവിതത്തിലേക്ക് എന്നെ പകരം കൊണ്ടുപോവുകയും വേണം എന്ന്. അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വല്ലാത്ത സംഭവമാണ്. ഇൽമിൽ പങ്കാളികളാക്കുമായിരുന്നു അസ്ഹാബുൻ നബി. ഇനി കേട്ടോളൂ സംഭവം. പിന്നെ എന്തുണ്ടായെന്നോ, ചില്ലറ ദിവസങ്ങൾ കഴിഞ്ഞു അപ്പോഴത്തിന് അബൂസലമ മരിച്ചുപോയി. മനസ്സിലായില്ല. ആദ്യം മുസീബത്ത് ഉണ്ടായത് ആർക്കെന്നെയാണ്? ഉമ്മുസലമ ബീവിക്ക. ഉമ്മുസലമ ബീവിയെ ഈ ദിക്ർ പഠിപ്പിച്ചിരുന്ന ഉമ്മുസലമ ബീവിയുടെ ഭർത്താവായിരുന്ന അബൂസലമ മരിച്ചുപോയി റളിയല്ലാഹു അൻഹു. വല്ലാത്ത ഹൃദയബന്ധമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്. മരിച്ചു. ഉമ്മുസലമ ബീവി പറയുകയാണ്, എനിക്ക് ഞാൻ ആ മയ്യത്തിന് വേണ്ട കാര്യങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് ഇങ്ങോട്ട് ഓർമ്മ വന്നു, സുബ്ഹാനല്ലാഹ്, എനിക്ക് 4 മാസവും 10 ദിവസവുമായിട്ട് ഇരിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോഴേക്കിന് എന്റെ മനസ്സിലേക്ക് ഓടി വന്നു, ഇതാ അബൂസലമ എന്നെ ഒരു ദിക്ർ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. മരണത്തിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്ന് ഓടി വന്നിട്ട് ഈ ദിക്ർ എനിക്ക് പറഞ്ഞു തന്നത്. ഏത് മുസീബത്ത് ഉണ്ടായാലും ഇങ്ങനെ പറഞ്ഞാൽ മതി. അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. മുസൽമാ ബീവി പറയാണ്, ഞാൻ പിന്നെ 4 മാസവും 10 ദിവസവും ഈ ദിക്റിൽ അങ്ങനെ കഴിഞ്ഞുകൂടി. എങ്ങനെ? അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി وأخلف لي خيرا منها. اللهم أجرني في مصيبتي وأخلف لي خيرا منها. പക്ഷേ ഈ ദിക്റിൽ ഞാൻ അങ്ങനെ കഴിഞ്ഞുകൂടിയെങ്കിലും എന്റെ മനസ്സിൽ ഞാൻ സ്വയം ചോദിച്ചു, ഇതിനേക്കാൾ നല്ലൊരു ജീവിതം എനിക്ക് നീ തരണമേ, മുമ്പത്തേക്കാൾ നല്ലൊരു ജീവിതം തരണമേ എന്നാണല്ലോ അർത്ഥം. എന്ത്? വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. ഈ ദിക്ർ ചെല്ലുന്നുണ്ടെങ്കിലും എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, മയകൂനു ലീ ഖൈറൻ മിൻ അബീ സലമ, മയകൂനു ലീ ഖൈറൻ മിൻ അബീ സലമ. അബൂസലമയേക്കാൾ നല്ലൊരാളെ എനിക്ക്, ഈ തൊണ്ടിയായ എനിക്ക് ഇനി എവിടുന്ന് കിട്ടാനാ? അബൂസലമന്റെ ജീവിതത്തിന്റെ കരളയിൽ അബൂസലമ മരിച്ചു. ഇനി അതിനേക്കാൾ നല്ല ജീവിതം എനിക്ക് തരണേന്ന് ഞാൻ ദിക്റൊക്കെ ചെല്ലുന്നുണ്ട് റസൂലുള്ളാഹിന്റെ വാക്ക് കേട്ടിട്ട്. പക്ഷേ മയകൂനു ലീ ഖൈറൻ മിൻ അബീ സലമ, മയകൂനു ലീ ഖൈറൻ മിൻ അബീ സലമ. ഈ ദിക്ർ ചെല്ലുമ്പോൾ എന്റെ മനസ്സിൽ അങ്ങനെയായിരുന്നു, അതിനേക്കാൾ നല്ലൊരാളെ ഇനി എവിടുന്ന് കിട്ടും?
പക്ഷേ എന്തുണ്ടായി എന്നറിയോ? ഫലം ഇദ്ദതി, എന്റെ ഇദ്ദ തീരുകയാണ്. 4 മാസവും 10 ദിവസവും കഴിയുകയാണ്. തീർന്നപ്പോൾ ഖതബനി റസൂലുള്ളാഹ്, എന്റെ വീട്ടിലേക്ക് ആള് വന്നു. ഉമ്മു സലമ, നിങ്ങളെ കല്യാണം കഴിക്കാൻ റസൂലുള്ളാഹിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. എന്നെ കല്യാണം കഴിക്കാൻ, ഈ വയസ്സിയായ ഈ വൃദ്ധയായ എന്നെ കല്യാണം കഴിക്കാൻ ആര് താല്പര്യപ്പെട്ടു? ഞാൻ വിചാരിച്ചിരുന്നത് എനിക്കിനി അബൂ സലമയേക്കാൾ നല്ലൊരാളെ എവിടുന്ന് കിട്ടാനാണ് എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷേ കിട്ടിയല്ലോ. അബൂ സലമ എനിക്ക് പഠിപ്പിച്ച ദിക്ർ കൊണ്ട് ഞാൻ ദുനിയാവിൽ തന്നെയും ആഖിറവും രക്ഷപ്പെടുകയാണ്. ഞാൻ മയ്യകൂനുലി ഖൈറ മിൻ അബീ സലമ എന്ന് ചിന്തിച്ചിരുന്നുവെങ്കിലും ഖതബനി റസൂലുള്ളാഹ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹു നാഫിയായ മുഅ്മിനീങ്ങളെ, കാരണം എന്റെ അപ്പോൾ ഭക്ഷണത്തിൽ മാത്രമല്ല ഇൽമുകളിലും പങ്കാളിയാക്കുക എന്നൊരു ശൈലി ആ സ്വഹാബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനും അവരെ പങ്കാളിയാക്കുക. ഇത് തന്നെ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഇനി ശ്രദ്ധിക്കുക. ഇനി ഭർത്താവ് ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിച്ചോളൂ. നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം പരമാവധി ഭാര്യയെ സന്തോഷിപ്പിക്കാം. ഭക്ഷണം കൊടുത്താൽ മാത്രം പോരാ, വിജ്ഞാനത്തിൽ പങ്കാളിയാക്കിയാലും മാത്രം പോരാ, പരമാവധി അവളെ സന്തോഷിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഭർത്താവിനാണ്. കേട്ടോളൂ. ഖാല ലുഖ്മാനു, മഹാനായ സയ്യിദ്നാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യംബഗീലിൽ ആഖിലി അൻ യകൂന ഫീ അഹ്ലിഹി കസ്ബി. നല്ല രസമുള്ള ഒരു വാക്കാ. ഒരു ബുദ്ധിമാനായ കുടുംബസ്നേഹമുള്ളവൻ അൻ യകൂന ഫീ അഹ്ലിഹി കസ്ബി, വീട്ടിൽ കുട്ടിയെ പോലെ ആവണം എന്ന്. അത് പറഞ്ഞാൽ മനസ്സിലാവും. വീട്ടിൽ ആരാവണം? ഇങ്ങോട്ട് പറ. ആളോ വലിയ ആളൊക്കെ ആയിരിക്കും, പക്ഷെ വീട്ടിൽ അവൻ ആരാണ്? പുള്ളര് കളിയുടെ ആളാണ്. അല്ലാതെ എങ്ങനെ ദശരഥ മഹാരാജാവിന്റെ അതൊന്നും ശരിയാവില്ല. ഭാര്യയുടെ കൂട്ടത്തിൽ കസ്വബിയ്യി, അവൻ ആരെപ്പോലെ ആകണം? ഉറക്കെ പറ. കുട്ടിയെ പോലെയാകണം. പരമാവധി അവളെ സന്തോഷിപ്പിക്കണം. അതിന് പരിധിയുണ്ട്. ആ പരിധി ഞാൻ പിന്നെ പറയാം. പരിധിയുണ്ട്, പക്ഷേ കുട്ടിയെ പോലെ ആകണം. പരിധിയുണ്ട് എങ്കിലും കുട്ടിയെ പോലെ ആകണം. കളിപ്പിക്കുക. ഹബീബായ റസൂലുള്ളാഹി ഭാര്യമാര് കളിക്കും. ഹബീബായ നബി ലോകം മുഴുവനും ധർമ്മം പഠിപ്പിച്ച മനുഷ്യന്റെ മുന്നിൽ ഭാര്യ കളിക്കും. അടുത്ത ഭാര്യയോട് നോക്കിയിരിക്കും. അതിന് റസൂലുള്ളാഹി കൂട്ടു നിൽക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ. നല്ലൊരു സംഭവം. അതൈതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹരീറത്തി ത്വാമിൻ. ഹരീറത്ത് എന്നൊരു ഭക്ഷണം കൊണ്ട് ഞാൻ നബിയുടെ അരയിൽ ചെന്നു. ഹരീറത്ത് ഒരു ഭക്ഷണ പേര്, അതായത് ഗോതമ്പ് നെയ്യൊക്കെ കൂട്ടിണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ്. നമ്മളെ എന്താ പറയാ, നമ്മളെ അലീസയൊക്കെ പോലെയുള്ള ഒരു ഭക്ഷണമാണ്. ആ ഭക്ഷണം കൊണ്ട് അലീസയൊക്കെ പോലെ ഉള്ള ഒരു തരം, അതിൽ ഗോതമ്പുണ്ട്, കുറച്ച് വെള്ളമുണ്ട്, അങ്ങനത്തെ ഒരു ഭക്ഷണമാണ്. നെയ്യുണ്ട്, അങ്ങനെയുള്ള ഒരു ഭക്ഷണം ഹരീറത്ത്. അതും കൊണ്ട് ഞാൻ നബിയുടെ അടുത്തേക്ക് ചെന്നു. ഗോതമ്പ് പൊടിയും കുറച്ച് ഹൽവയും കുറച്ച് നെയ്യും ഒക്കെ കൂട്ടിണ്ടാക്കുന്ന ഭക്ഷണം ആയിഷ ബീവി എന്ന് പറയാം. ഞാൻ റസൂലുള്ളാഹിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയതായിരുന്നു. അത് ഞാൻ കൊണ്ടു ചെന്നപ്പോൾ സൗദ, റസൂലുള്ളാഹിന്റെ തൊട്ടടുത്ത് ആരിയ്ക്കുന്നുണ്ട്? അവിടുത്തെ ഭാര്യയായ സൗദാ ബീവി ഇരിക്കുന്നുണ്ട് റളിയല്ലാഹു അൻഹാ. ഫഖുൽതു ലിസൗദ, ഞാൻ റസൂലുള്ളാഹി കൊണ്ടുപോയ ഭക്ഷണം അവിടെ വെച്ചപ്പോൾ ഞാൻ സൗദയോട് പറഞ്ഞു, കുലി, സൗദ നിങ്ങൾ തിന്ന് എന്ന് ഞാൻ പറഞ്ഞു. നബിക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നല്ലേ, എനിക്കെന്തിനാന്ന് പറഞ്ഞ് മാറി. ആര്?